ഞാൻ ചെറിയൊരു പുഡിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ്. സേമിയ വെച്ചിട്ടൊരു പുഡിങ്. അപ്പോൾ അതിന് ജെലാറ്റിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. 2 പ്രാവശ്യം ട്രൈ ചെയ്തു നോക്കിട്ടോ. എന്നിട്ട് സക്സസ് ആയിട്ടാണ് ഞാൻ വന്നത്. വെറും സേമിയ പുഡിങ് അല്ല, കാരമലൈസ്ഡ് സേമിയ പുഡിങ്ങാണ് ചെയ്യാൻ പോണത്. 2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഞാൻ കാരമൽ പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരമൽ സേമിയ പുഡിങ്ങാണ്. ഇത് കണ്ടോ, ജെലാറ്റിൻ കഴിഞ്ഞു കേട്ടോ. അത് ലാസ്റ്റത്തെ ഇതുവരെ ഞങ്ങൾ 2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ്. എന്നിട്ടത് നന്നായി എന്ന് കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. ഇതിലെ ലാസ്റ്റത്തെയാണ് ഇപ്പം ഞാനിതാ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സ്പൂണിന് എടുത്തിട്ടുണ്ട്. ഈ വലിയ സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലിങ്ങനെ വെച്ചു. അത് കുതിരുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാവണുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആവണം. ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. പിന്നെ ഞാനിതാ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അത് 2 പാക്കറ്റ് സേമിയം, ഈ ചെറിയ സേമിയ ഉണ്ടല്ലോ, അത് 2 പാക്കറ്റ് പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കാനുണ്ട്. പിന്നെ 2 പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട്. ഈ 2 പാക്കറ്റ് പാലിനുള്ള പാകമാണ് ഇപ്പോൾ 1 ഗ്ലാസ് പഞ്ചസാര ഞാൻ ഒത്തിരി കുറവാക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയ്യാൻ പോണത്, ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സേമിയ ഒന്ന് തീ കത്തിച്ചു കേട്ടോ. ഇനി സേമിയ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. നല്ലോണം വറുത്ത് കളർ ഇങ്ങനെ മാറ്റണമൊന്നുമില്ല. വേഗം സിമ്മാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി പാളും. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണുള്ളൂ. നല്ലോണം ബ്രൗൺ കളറൊന്നും ആക്കണില്ല. എല്ലാവരെയും കൂടി കയ്യൊന്നും ഇടയിലല്ലേ, അമ്മൂസിൻ്റെ കയ്യും ധരിക്കണം കേട്ടോ. ഞാനൊക്കെ വീഡിയോ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ പിടിച്ചതാണ് വീഡിയോ. അനൂസിന് കുറച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കടയും. അത് മതി, അത്ര ചൂടായാൽ മതി. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റിക്കോ. ഇനി പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് അതിട്ടിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ തീ കൂടുതൽ വെച്ചാൽ ഭയങ്കര പേടി. അതെങ്ങാനും അടി പോയാൽ, അടിയിലെങ്ങാനും അടി പിടിച്ചൊക്കെ തെറ്റും. ആദ്യം അതൊന്നിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കാതെ വയ്ക്കുക. ഒന്ന് പഞ്ചസാര അങ്ങനെ ഉരുകി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. കാരമലൈസ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണേ. അതായി കഴിഞ്ഞിട്ട് പാലൊഴിക്കുമ്പോൾ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. കാരമലൈസ് ഇതാ അങ്ങനെ ആയി. ഒരു ചെറിയ ഫിനിഷിങ്ങും കൂടി ഉണ്ട് കാരമലൈസിന്. ഇതുണ്ടോ, ഈ ചെറിയ പഞ്ചസാര തരിയൊക്കെ ഒന്ന് നല്ല പോലെ ഇങ്ങോട്ട് കാരമലായിട്ട് വരട്ടേന്ന് കരുതിയിട്ട് വെച്ചേക്കാണ്. കാരമലൈസ് റെഡി ആയിട്ടോ. അപ്പം ഇനി പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കം ചെയ്യണം. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. കയ്യൊക്കെ മാറ്റിക്കാമോ? ചീസ് പോലെ ഇനി ഇതും മെൽറ്റാവണം. പൊങ്ങിയിരുന്നല്ലേ. പാല് ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടോ. 2 പാക്കറ്റ് പാലാട്ടോ എടുത്തത്, 1 ലിറ്റർ പാല്. ഇനി ഇതിങ്ങനെ തീയൊന്നും ഞാൻ കൂട്ടി കൊടുക്കട്ടെ. ഇതൊന്നും ഒരുക്കി വരട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആദ്യം കുറച്ച് വെച്ചപ്പോ പൊങ്ങിയതാ ചെയ്യണത്. ഇപ്പൊ കട്ടയിൽ പോയി. പിന്നെ ഇതിലിങ്ങനെ വെക്കട്ടെ. സ്പൂണിലാകെ ഉരുകി വരൂല. ആകെ ഇങ്ങനെ എടുത്ത് ഇളക്കാൻ പറ്റണമെങ്കിൽ ഇതൊന്നും ഉരുകി വരണ്ടേ. കണ്ടോ, സ്പൂണിന്റെ ആകെ എടുത്തപ്പോ കട്ട. അപ്പൊ കണ്ടോ കളർ. ഇതങ്ങനെ കാരമലൈസ് ഇതൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട് കേട്ടോ. കളറും ഇപ്പം മാറുന്നുണ്ട് പാലിൻ്റെ ഒക്കെ. അപ്പം നമ്മുടെ കാരമലൈസ് പാലിൻ്റെ കണ്ടോ കളറൊക്കെ മാറി. അമ്മൂസിന് എനിക്ക് തന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടർ
സ്കോച്ചിന്റെ ടേസ്റ്റ് ആണ് സത്യത്തിൽ എനിക്ക് ഇത് കുടിക്കാൻ തോന്നുന്നു. ഇനി സേമിയ ഇട്ടോ, ഇനി സേമിയ ഇടാനേ കേട്ടോ. അതൊക്കെ തിളച്ചു. അയ്യോ ഒക്കെപ്പാട് കളയല്ലോ കേട്ടോ, നേരെ ഇടും. അത് ഇടുന്നതിനനുസരിച്ച് ഞാൻ ഒക്കട്ടെ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ സേമിയ ഒന്നും ഇങ്ങോട്ട് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ജലാറ്റിൻ ചേർക്കാം. ജലാറ്റിനും കൂടി ചേർത്താൽ അത് ഫിനിഷായേ. പിന്നെ നമുക്ക് പാത്രത്തിലൊഴിച്ച് ഒന്ന് ചൂടാറിയിട്ട് മാത്രം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിഞ്ഞെടുക്കാം. സത്യത്തിൽ പായസം തിന്നാൻ തോന്നുന്നു. കാരമലൈസർ പായസം ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ കുടിച്ചു നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ പുഡിങ്ങിനായിട്ട് ഇത്തിരി ഫുഡ് കളറൊന്നും ചേർക്കണ്ടല്ലോ. ഫുഡ് കളർ ചേർത്താൽ അത് ഹെൽത്തിനൊക്കെ കേടല്ലേ. കളർ കണ്ടോ, നല്ലൊരു ക്രീമി കളർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. എവിടുന്ന കിട്ടി ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ്? ഇപ്പോൾ ഞാനൊരു തുള്ളി ടേസ്റ്റ് നോക്കാൻ കൊടുത്തത്, ഇങ്ങനെ മധുരം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കിട്ടിയോ? ആർക്കാ ഞാൻ കൊടുത്തെന്നൊക്കെ ഓർമ്മയില്ല. ചേച്ചിയാണോ കൊടുത്തതെന്നൊരു സംശയം. നല്ലൊരു മണം വരുന്നുണ്ട് അല്ലേ? സിമ്മാക്കിട്ടോ, നല്ല മണം വരുന്നില്ലേ? ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ സേമിയ കട്ടയൊക്കെ പിടിക്കില്ലേ, അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുക. ശരിക്കും നമ്മൾ പായസം വെക്കണ പോലെ ഇത് അതിൻ്റെ ഉള്ളിൽ കയറി. ഒരു ക്ഷമയില്ലാത്ത സാധനം. മാറിക്കാണ്ട് ചൂടല്ലേ. ഇതൊന്നും അങ്ങനെ വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ജലാറ്റിൻ ചേർക്കാം കേട്ടോ. സേമിയ അങ്ങനെ വെന്ത് വരുന്നുണ്ട്. ജലാറ്റിൻ കണ്ടോ ഈ പരുവത്തിലായി പേസ്റ്റ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് അങ്ങനെ ഊറ്റിയെടുത്തിട്ടാണ് ഇടുന്നത്. ഇളം ചൂടുവെള്ളത്തിലിട്ടതാണ്. ഞാനിത് അധികം ചേർക്കാറില്ല. ആ സ്പൂണിന് നേരത്തെ കാണിച്ചില്ലേ, ആ സ്പൂണിന് ഒരു സ്പൂൺ എടുക്കുള്ളൂ. സേമിയല്ലേ, പെട്ടെന്ന് കുറുകി കട്ടി ആയിക്കോളും. അതാ വെള്ളം കുഴിച്ചു. അപ്പോൾ ഇവിടെ പുഡിങ്ങിനുള്ള മിക്സിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ പാകമായി. ശരിക്കും അമ്മൂസ് ഇവിടെ വെള്ളം ഇറക്കിയിട്ടാണ് നിൽക്കണം കേട്ടോ. ഇതിൽ ജലാറ്റിനൊക്കെ ചേർത്തിട്ടില്ലേ. ഇനി നമ്മൾ ശരിക്കും ഇത് പായസമല്ലല്ലോ, അപ്പോൾ പാത്രമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഒഴിച്ച് വെക്കുന്നത്. പുഡിങ്ങിനായിട്ടുള്ള പാത്രമൊന്നുമില്ല കേട്ടോ. കേക്കിൻ്റെ പാത്രത്തിൽ നല്ല കഴുകി തുടച്ച് തുള്ളി എണ്ണ തൊട്ട് കളയും. ശരിക്കും പുഡിങ്ങിന് എണ്ണ തൊട്ട് വിടാനൊന്നും വേണ്ട, പക്ഷെ ഒരു ധൈര്യക്കുറവ്. അപ്പോൾ ഇനി അത് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതൊന്നിങ്ങനെ നല്ല തട്ടി കൊടുക്കുക. നല്ല ചൂടാണേ, അപ്പോൾ ചൂടാറാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്നത് ഇനി പുഡിങ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരമലൈസ് ചെയ്തും കൊണ്ടാണ് ഒരു പ്രത്യേക ക്രീമി കളറൊക്കെ കിട്ടിയത്. പുഡിങ് സേമിയ കാരമലൈസ്ഡ് പുഡിങ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതാ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ കളിക്കുകയാണ്. അതിലിനി ഒന്നും കൂടി സെറ്റായിട്ടൊക്കെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.